بسم الله الرحمن الرحيم والضحى والليل إذا سجى ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പുണ്ടായ ആ കാലഘട്ടം അത് ലൈലിന്റെ കാലഘട്ടമാണ്. ഡാർക്കേജ് യുഗമായിരുന്നു, ഇരുണ്ട കാലം. സ്വന്തം പ്രസവിച്ച കുഞ്ഞി പെണ്ണാണെന്നറിഞ്ഞാൽ പ്രസവിച്ച ഉടനെ കുഴിച്ചു മൂടുന്ന, ജീവനോട് കുഴിച്ചു മൂടുന്ന ഒരവസ്ഥ. ഇന്നലെ പറഞ്ഞതുപോലെ ആ ഒരു സ്വാമി മാത്രമല്ല, ഒരുപാട് സ്വാമിമാരെ കുറിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവർ പെൺകുട്ടികളെ കൊന്ന സംഭവങ്ങളൊക്കെയും ഹദീസിന്റെ കിതാബിൽ കാണാം. എത്രത്തോളം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സംഭവം മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല തങ്ങളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ്. പ്രസവിച്ച പെണ്ണുമോളെ ജീവനോട് കുഴിച്ചു കൊണ്ടിട്ടുള്ളത്. കാരണം ഇസ്ലാമിന്റെ മുമ്പത്തെ കാലം അങ്ങനത്തെ കാലമായിരുന്നു. അതായത് ഇസ്ലാം ഗരീബായിട്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അലർച്ച. നമുക്കറിയാലോ, ഇസ്ലാമിന്റെ പേരിൽ ആദ്യമായി ഇവിടെ ഷഹീദായതാരാണ്? ഒരാളല്ല. ആദ്യമായി ഷഹീദായത് ഒരു പെണ്ണായിരുന്നു. ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ. ഇവിടുത്തെ സംഭവമൊക്കെ പറയുമ്പോൾ ഭയങ്കരമായ ഒരു ഫീലിംഗ്. എത്രത്തോളം അവർ അക്കാലത്ത് ഇസ്ലാമിന്റെ തുടക്കകാലത്ത് ഇസ്ലാമിനെയും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവർ മനസ്സിൽ കൊണ്ട് നടന്നു എന്നാണ്. ചുട്ടുകൊള്ളുന്ന മണലിൽ മഹാന്മാരിയായ ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ കൊണ്ടുപോകുമ്പോ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ സുമയ്യ ബീബിന്റെ ഭർത്താവായ യാസിർ റളിയല്ലാഹു അൻഹു ഒന്നിച്ചു കൊണ്ടുപോയി. അങ്ങനെ മണലിൽ കിടത്തിട്ട് എന്നിട്ട് ഭർത്താവിനെ നോക്കി നിൽക്കെ സുമയ്യ ബീബിയുടെ ശരീരത്തിന്റെ വസ്ത്രങ്ങൾ ഊരിയെടുത്തു. അങ്ങനെ ചുട്ടുകൊള്ളുന്ന ആ മണലിൽ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ കിടത്തി. എന്നിട്ട് ഭർത്താവിനെ നോക്കാൻ യാസിർ റളിയല്ലാഹു അൻഹു നോക്കാൻ സുബ്ഹാനല്ലാഹ്. അപ്പോ ആദിയായ ബീബി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ രണ്ട് കാലുകൾ രണ്ട് ഭാഗത്തിലേക്ക് പിടിച്ചു കെട്ടി, എന്നിട്ട് അവിടുത്തെ ഗുഹ്യ ദ്വാരത്തിലൂടെ ചൂടാക്കിയ ഇരുമ്പ് അതിങ്ങനെ കയറ്റിയതാണ്. എന്തായിരിക്കും? അസമയത്തും വേദന കൊണ്ട് പടയുന്ന വാദിയായ ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന തൗഹീദിന്റെ മന്ത്രമായിരുന്നു. ഇത് ഭാര്യ ഈ രൂപത്തിലും വേദനിപ്പിക്കുമ്പോ ഭർത്താവിനെ നോക്കി നിൽക്കാൻ കഴിയാതെ തലങ്ങനെ അടിഭാഗത്തേക്ക് കുടിക്കുന്ന സമയത്ത് ശത്രുക്കൾ അതിനെ തലനെ പൊക്കി മുഖത്തിലടിച്ച് മഹാനായ സയ്യിദുന യാസിർ റളിയല്ലാഹു അൻഹുവിനെ ആ ദൃശ്യം നോക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു എന്നാണ്. അങ്ങനെ മഹദിയായ ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ ആദ്യമായി ഷഹീദായി. അതിനുശേഷം ഭർത്താവായ യാസിർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വന്നു എന്നാണ്. ഇതൊക്കെ എന്ത് ഇസ്ലാമായതിന്റെ പേരിലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ആളുകൾക്ക് അർജാണ്. അങ്ങനെ അന്ന് കൊന്ന ആളുകളിൽ പലരും പിന്നെ ഇസ്ലാമിലേക്ക് വന്നു. അന്ന് ഭാര്യയായ ബീബി സുമയ്യ റളിയല്ലാഹു അൻഹയെ വധിക്കാനും ആ രൂപത്തിൽ പ്രയാസപ്പെടുത്താനും ശ്രമിച്ച ഒരുപാട് ആളുകൾ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മഹാനായ സയ്യിദുന അമ്മാർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മരിച്ചത്? സുബ്ഹാനല്ലാഹ്. ദീനുൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അമ്മാർ തങ്ങളെ കൊന്നതറിയോ? വലിയ ഒരു ചട്ടിയാണ്, വലിയ ഒരു പാത്രം. ആ പാത്രത്തിന്റെ അടിഭാഗത്ത് നല്ലോണം ശക്തമായ തീ കൊടുത്തു. പാത്രത്തിന് ചോറോ അല്ലെങ്കിൽ ഇറച്ചി വെച്ച് വയ്ക്കുന്നതല്ല, കാലി പാത്രമാണ്. എന്നിട്ട് ആ പാത്രത്തിന്റെ ഉള്ളിലേക്ക് മഹാനായ സയ്യിദുന അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പാത്രത്തിന്റെ ഉള്ളിലാക്കിയത്. അടിയിൽ തീയാണ്, ഉള്ളിൽ മഹാനായ അമ്മാറ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അൽഫാമും ടിക്കയും ആക്കുന്ന ആ ഒരു ചിത്രങ്ങൾ കാണുമ്പോ മഹാനായ സയ്യിദുന അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്തിയതും അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊന്നതും ആ രൂപത്തിലായിരുന്നു.
വെറും ഒരു ചട്ടിയിൽ അടിയിൽ തീ കത്തിച്ച് ആ ചട്ടിയുടെ ഉള്ളിലിട്ട് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വെന്തൊരുങ്ങി ഷഹീദായി പോയ മഹാനാണ് സയ്യിദുനാ അമ്മാർ റളിയല്ലാഹു അൻഹു. എന്റെ കാരണം ഇസ്ലാമായതിന്റെ പേരിൽ. അതേ ഹബീബ് തങ്ങൾ പറഞ്ഞു വസയഊദു കമാ ബദൽ. ഇസ്ലാം എങ്ങനെയാണോ തുടങ്ങിയത് അതേ ഒരു അവസ്ഥയിലേക്ക് അവസാന കാലഘട്ടമാകുമ്പോ എന്റെ ഉമ്മത്ത് എത്തിപ്പെടുന്നതാണ്. ഇസ്ലാം എന്ന് പറയുമ്പോ ആളുകൾക്ക് അടർച്ച, ഇസ്ലാമിന്റെ വേഷം, ഇസ്ലാമിന്റെ സംവിധാനം, ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ, അതുമായിട്ട് സഹകരിക്കുന്ന ആളുകൾ ഇന്ന് ഒറ്റപ്പെട്ടു പോവാൻ. കല്യാണ സദസ്സിൽ ആരെങ്കിലും ഒരാളുകൾ പാട്ട് പാടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അത് പാടില്ല, നേരത്തോടെന്ന് പറഞ്ഞാൽ അയാൾ ഒറ്റപ്പെട്ടു പോയി. എല്ലാ ആളുകളും അയാൾ വലിയ കണ്ടാക്കി നോക്കും. ഓരായിപ്പോ പുതിയ ഇസ്ലാമിന്ന് പറഞ്ഞിട്ട് കാരണം സൂറത്ത് പണ്ട് പറഞ്ഞതാണ് ഇസ്ലാം എങ്ങനെ തുടങ്ങിയോ ആ ഒരു അവസ്ഥയിലേക്ക് ഇനി മടങ്ങാണ്. എന്നിട്ട് അവസാനം അഭിവാദങ്ങൾ പറഞ്ഞു തുബാ ലിൽ ഖുറബാ. അന്നത്തെ സന്തോഷം ആർക്കറിയോ? 100 ആളുകൾ കുടിച്ചു 100 ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദീനിനെ പണയം വെച്ചവന്നല്ല. ആ 100 ആളുകൾക്കെതിരായി ദീനിന്റെ വിഷയത്തിൽ ശബ്ദിച്ച് ഒറ്റപ്പെട്ടവൻ ആരുണ്ടോ ആ മനുഷ്യനിക്കാണ് തൂബ, സന്തോഷമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു. ചിന്തിക്കേണ്ട വിഷയം. ഏതാണ് പറഞ്ഞു വന്നത്? ഒരു പ്രഭയാണ് മുഹമ്മദ് റസൂലുള്ളാഹി, ഒരു വെളിച്ചമാണ് മുഹമ്മദ് റസൂലുള്ളാഹി, ഒരു സംസ്കാരമാണ് മുഹമ്മദ് റസൂലുള്ളാഹി, ഒരു കൾച്ചറാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിമാനങ്ങൾ അങ്ങനെയാണ്. ഇത് നമുക്ക് കാലണ്ടർ നോക്കിയാൽ എല്ലാ ദിവസവും മിക്കവാറും ദിവസവും ഓരോ ഡേകൾ ഇങ്ങനെ കുറിച്ച് കാണാം അല്ലെ. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, ലവേഴ്സ് ഡേ, പിന്നെ അങ്ങനെ ഒരുപാട് ഡേകൾ അല്ലെ. ഈ ഓരോ ദിവസങ്ങളിലും ലോകത്തിലുള്ള ഓരോ ആളുകൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട്. ആരാണ്? അത് മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെ ഫാദേഴ്സ് ഡേ ഇവിടെ ആചരിക്കാൻ അതിന്റെ കാരണക്കാരനാരാണ്? ആരാണ് ഉപ്പ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ, ഉപ്പയെ ഏത് രൂപത്തിൽ ബഹുമാനിക്കണമെന്ന് വിളിച്ചു പറഞ്ഞ നേതാവാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ഒരു വലിയ മഹാനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉപ്പ മരിച്ചു പോയപ്പോ ഉപ്പാന്റെ ആ മയ്യത്തിന്റെ ശേഷമുള്ള മരണത്തിന്റെ ശേഷമുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോ ആ മക്കളൊക്കെയും ആ ഉപ്പാന്റെ മരിച്ചുപോയ ഉപ്പാന്റെ മക്കളൊക്കെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഉപ്പാന്റെ സമ്പത്ത് ഓതി വെക്കുന്നത് ഇറക്കിയ ആ സ്ഥലമാർക്ക്, ആ കട്ടിയമാർക്ക്, ആ പോരാളിക്കുള്ളതാണ്. അങ്ങനെ ഇങ്ങനെ നിലപറഞ്ഞിട്ട് എല്ലാം ഓതി വെക്കാൻ തുടങ്ങി. അപ്പൊ ആ ഉപ്പാന്റെ വലിയ ഒരു സ്വാലിഹായ ഒരു മകനുണ്ടായിരുന്നു. എല്ലാരും ഓതി വെച്ചപ്പോ മകനെന്ന വണ്ടിയിൽ എല്ലാം കഴിഞ്ഞപ്പോ ഈ ഉപ്പാന്റെ സ്വാലിഹായ മകൻ പറഞ്ഞത്രേ, എനിക്ക് നിങ്ങളെ ഈ സമ്പത്തൊന്നും വേണ്ട, എനിക്ക് എന്റെ ഉപ്പ ബാക്കി വെച്ച് പോയ ഒരു സ്വത്തുണ്ട്, അത് മാത്രം എനിക്ക് തന്നാ മതി. ബാക്കിയുള്ള മക്കൾക്ക് ഭയങ്കര ടെൻഷനായി. അറിയാത്ത ഏതോ ഒരു ജാഗ ഉണ്ടാവും, നമ്മളോട് പറയാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ഉപ്പ ബാക്കി വെച്ചിട്ടുണ്ടാവും. മോൻ പറഞ്ഞവരാ, ഉപ്പ മരിക്കുമ്പോ ബാക്കി വെച്ച് പോയ വലിയൊരു സമ്പത്തുണ്ട്, അത് എനിക്ക് തന്നാ മതി, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ എടുത്തോളി. പക്ഷെ ബാക്കിയുള്ള മക്കൾക്ക് ഭയങ്കര ടെൻഷനായി. എന്തിപ്പോ ബാക്കി ഉപ്പ ബാക്കി വെച്ച് പോയത് എന്തിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് ഓതി വെച്ചിട്ട്. അപ്പൊ മക്കളോട് ചോദിച്ചത്, ജ്യേഷ്ഠനോട് ചോദിച്ചത്, സഹോദരനോട് എന്താണ് ഇപ്പൊ ബാക്കി വെച്ച് പോയത്? പറഞ്ഞ് നിങ്ങളുടെ അടുത്തില്ലേ എല്ലാ ഇടങ്ങളത് എനിക്ക് ആ ഉപ്പ ബാക്കി വെച്ച് പോയ ഉപ്പാന്റെ ഭാര്യയായ എന്റെ ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മാനെ എനിക്ക് തന്നോളി. ഉപ്പ ബാക്കി വെച്ച് പോയ ഉമ്മാന്റെ ഭാര്യയും എന്റെ ഉമ്മയാണ്. ആ ഉമ്മാന്റെ കണക്ക് നിങ്ങൾക്ക് പോകണില്ല. എല്ലാ സ്ഥലത്തിന്റെയും ആ മറ്റുള്ള ബിൽഡിങ്ങിന്റെയും പരന്റെയും വിഷയം മാത്രമേ വന്നിട്ടുള്ളൂ. പ്രായമായ ഒരു ഉമ്മയില്ലേ, ആ ഉമ്മാനെ എനിക്ക് ഇങ്ങനെ തന്നോളി, ആ ഉമ്മാനെ ഞാൻ പൊന്നുപോലെ പോറ്റോളാം. എന്താ അങ്ങനെ ഉമ്മാക്ക് അത്രയും വലിയ ബഹുമാനം ആ മഹാൻ കണക്കാക്കാൻ കാരണം? ഉമ്മാന്റെ ബഹുമാനം പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി.
അപ്പൊ ഇന്ന് മദർസ് ഡേ വരും, ഉമ്മാക്കുള്ള ഒരു ദിവസം കാലണ്ടറിലുണ്ട്. ആ ദിവസം ഇന്ന് ലോകം കൊണ്ടാടുമ്പോ ആ ദിവസത്തിൽ ഓർക്കേണ്ട ഏറ്റവും വലിയ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹിനെ ഓർക്കാതെ ഒരു ദിവസവും ഇവിടെ കഴിച്ചുകൂടാൻ കണ്ടു. കാരണം വദ്ദുഹയ, ആ ചെറിയ ഒരു പ്രഭാത കാലം, 23 കൊല്ലത്തിന്റെ വെളിച്ച കാലത്ത് റസൂലുള്ളാഹി ഞങ്ങൾ പഠിപ്പിക്കാത്ത ഒരു വിഷയവും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. ആ ഹബീബിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കൊണ്ടു നടക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ചോരെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ എത്തിച്ചു തരണേ അല്ലാഹ്. മാറൈനൽ ഈസഹന്ന ഫിസ്സുറ ഇല്ലാ ഇലൈക والغمام قد أضل يا رسول الله والملا صلوا عليك يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله صلى الله عليه وسلم. أرحم الراحمين يا رب നിന്റെ ഹബീബിന്റെ മദ്ഹ് ചൊല്ലിയ ഈ പരിശുദ്ധ മജ്‌ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ നിങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ച് ഹബീബായ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിയവയ ആ സ്വലാത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കി തരണേ അല്ലാഹ്. നമ്മുടെ രോഗങ്ങൾക്ക് മരുന്നാക്കി തരണേ അല്ലാഹ്. നമ്മുടെ ടെൻഷനുകൾക്ക് റബ്ബ് നീ വലിയ ഒരു പരിഹാരമാക്കി തരണേ അല്ലാഹ്. നമ്മുടെ കടങ്ങൾ വീട്ടാൻ, ബാധ്യതകൾ പൂർത്തീകരിക്കാൻ വഴികൾ തുറന്നു തരുന്ന ഒരു ആയുധമായി സ്വലാത്തിനെ നീ മാറ്റിത്തരണേ റബ്ബ്. പടച്ചോനെ, ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഒരുപാട് ആളുകൾ യാ അല്ലാഹ് വലിയ വലുതും ചെറുതുമായ ഹദിയകൾ തന്നവരാണ്, തരാൻ വാഗ്ദാനം ചെയ്തവർ, അതിനു വേണ്ടി തയ്യാറായവരാണ്. അല്ലാഹ് ഓരോരുത്തരുടെ ഹദിയകളും നീ കബൂലാക്കണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു 500 രൂപ ദിന പരിപാടിക്ക് വേണ്ടി കയ്യിൽ തന്നു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അതുപോലെ മറ്റു ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ പല പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സാറെ അവർക്ക് കൊടുക്കണ്ടേ, അതും റസൂലുള്ളാഹിന്റെ പരിപാടിയല്ലേ എന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷം പറഞ്ഞു. പിന്നെ ഒരാൾ 1000 രൂപ തരാമെന്ന് പറഞ്ഞു. പടച്ചോനെ, അങ്ങനെ ഒരുപാട് ആളുകൾ ചെറുതും വലുതും തന്നവരാണ്. ആരെയും നീ ഖൈബാക്കല്ലേ അല്ലാഹ്. അവരുടെ മുറാദ് ഹാസിലാക്കല്ലാ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കല്ലാ, അവരുടെ വേദനകൾ തീർക്കല്ലാ. ഹബീബായ തങ്ങളുടെ പ്രത്യേകമായ നോട്ടം റബ്ബേ അവരുടെയും നമ്മുടെയും ഖൽബിലേക്ക് നീ എത്തിച്ചു തരണേ റഹ്മാനെ, നീ എത്തിച്ചു തരണേ അല്ലാഹ്. പടച്ചോനെയും ഗാനങ്ങളിൽ ദിന പരിപാടിക്ക് വേണ്ടി ഓടി നടന്നവർ, കഷ്ടപ്പെട്ടവർ, അതിനു വേണ്ടി അധ്വാനിച്ചവർ, അല്ലാഹ് പള്ളി കമ്മിറ്റിയും മദ്രസയും അതിന്റെ കമ്മിറ്റിയും അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുമായി നമ്മുടെ മുന്നിൽ കടന്നുപോയ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്ന് ആരുടെ മണ്ണിലാണല്ലോ. അതിലൊരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, മക്കളുണ്ട്. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബർ വെളിച്ചമാക്കല്ലോ. അവർക്ക് നിന്റെ പ്രത്യേകമായ മഗ്ഫിറത്ത് ചൊരിയണേ അല്ലാഹ്, മർഹമത്ത് ചൊരിയണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير ونعم الوكيل، نعم المولى